ഞങ്ങൾ നമിതയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നമിത ആരാന്ന് പറഞ്ഞു കൊടുക്കുക. ആ ചെറിയേട്ടനില്ലേ, ചെറിയേച്ചിയില്ലേ, ചെറിയേച്ചിയുടെ അനിയത്തി, ഇത് പ്രസീതേച്ചിയുടെ മോളാണ് നമിത. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ചേട്ടൻ പണിക്ക് പോയേക്കായിരുന്നു. ഞായറാഴ്ച ആയാലും അല്ല ചേട്ടൻ പുലർച്ചെ പണിക്ക് പോയി. അപ്പോൾ അല്ല ചേട്ടൻ ഇപ്പോൾ വന്നു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വന്നോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അല്ല ചേട്ടൻ ചേച്ചി കൊണ്ട് നമ്മുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. മരത്താക്കര അതൊരു ഹാള് ബ്രദറാ ബ്രൈറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് മരത്താക്കര ഇനി അവരുടെ വീടും. അപ്പോൾ അവിടെയാണ് കെട്ടും ഒക്കെ അവിടെ തന്നെ. ചെക്കൻ്റെ വീട് എറണാകുളത്താണ്. ജഗ്ഗു പച്ചിട്ട കാരണം ഞാനും പച്ചിട്ടു. ചേട്ടനും പച്ചിനെയാട്ടാ. ഉണ്ണിന് അച്ഛനേട്ടൻ്റെ പഴയ പച്ചനെയാ ചേട്ടൻ എടുത്തിട്ടു. ഈ പച്ച കുറേ നാളുകളായിട്ടുള്ളത് ചേട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം നമ്മുടെ അധോലോകത്തിലത്തെ ഞങ്ങളുടെ ഒരു അംഗമായ നമ്മുടെ പ്രശാന്തിന്റെ വീട് കടന്ന് പാർക്കിലാണ് ഇന്ന്. പാല് കാച്ചിലും കടന്ന് പാർക്കിലല്ല ഉച്ചയ്ക്കാണ് പരിപാടി. പക്ഷെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വൈകുന്നേരത്തെയാ പറഞ്ഞത്. ഞാൻ സ്പെഷ്യലായി മാത്രമല്ല ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകണല്ലോ. എല്ലാവർക്കും റിസപ്ഷനും ഉണ്ടേ. ഉച്ചയ്ക്ക് എല്ലാവർക്കും പരിപാടികളുണ്ട്. അല്ലും ചേട്ടൻ ചേച്ചി എവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടാ. ചേച്ചി ശാലീന സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്, താലി ചെയ്യാനൊക്കെ ഇട്ടിട്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ എടുത്തു പറഞ്ഞ താലി ചെയ്യാൻ. അല്ലേ നല്ല ഭംഗിയിലാണ്. അയ്യോ അല്ല ചേട്ടനീ പറയട്ടെ ഭംഗിയുണ്ടെന്ന്. പക്ഷെ ചെയ്യാൻ ആരും കാണില്ലല്ലോ. അതെ വേണ്ട വാ പോവാ. അപ്പൊ ഞങ്ങളിനി ഓഡിറ്റോറിയത്തിലേക്ക് മരത്താക്കര എല്ലാവരും പോയി. കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 തൊട്ട് 10:30 വരെ മുഹൂർത്തം. ഇപ്പൊ എത്ര മണി? 11:30 ആയിട്ടുള്ളോ? അതെ. ജഗ്ഗു ഞങ്ങള് ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട്. പാലടയും പരിപ്പായിരുന്നു പായസം. അതൊക്കെ കുടിച്ചു സുഖമായി വന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ സമയം 5:30. 5 മണി തൊട്ട് 8 മണി വരെയാണ് റിസപ്ഷൻ. അപ്പോൾ അതിന് പോവാം ഇനി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ആനക്കല്ലാണേ ഒരു ഓഡിറ്റോറിയം. എന്തിട്ട് ചേട്ടാ ഓഡിറ്റോറിയത്തിൻ്റെ പേര്? ഇപ്പൊ കല്യാണം കുന്നത്തുവളപ്പിൽ ഓഡിറ്റോറിയം. അവിടെയാണ് പരിപാടി, റിസപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൊവ്വൂരാണ് പ്രശാന്തിന്റെ വീട്. ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ അധോലോകം മെമ്പർ പ്രശാന്തിന്റെ ഹൗസ് വാമിംഗ് ആണെന്ന്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അധോലോകം ടീമിന് ഞങ്ങൾ കൂടുന്നത് വൈകുന്നേരമാക്കി. നമുക്കിന്ന് കല്യാണമുള്ള കാരണം. അപ്പോൾ ബാക്കി എല്ലാവരും അവിടേക്ക് എത്തും. ജയന്തിച്ചി, പ്രേമേട്ടൻ, അങ്ങനെ എല്ലാവരും
ഇന്ന് വരാൻ പറ്റുന്നവരൊക്കെ. റിൻ്റനൊന്നും പിന്നെ സ്ഥലത്തില്ല. അപ്പോൾ അവർ ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് എത്തും പ്രശാന്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകും. അത് കാരണം അനിൽ ചേട്ടനും ചേച്ചിയും ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അത് തിരിച്ചു വരുമ്പോൾ അവർ പിന്നെ വേറെ ആരെങ്കിലും വണ്ടിയിൽ കയറാൻ നിൽക്കണ്ട. അപ്പോൾ അനിൽ ചേട്ടൻ പറഞ്ഞു അവർ സ്കൂട്ടർ മേലെങ്ങാനും പൊക്കോളാം എന്ന് പറഞ്ഞു, നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരിത് അവിടെ കൃഷി സ്ഥലത്ത് പൊരിഞ്ഞ പണിയാണ്. അവരിപ്പോഴൊന്നും പോകില്ല, ഉച്ചയ്ക്ക് കഴിച്ചതൊന്നും ആയിട്ടില്ല. അപ്പോൾ അവരൊരു 6:30-7 മണിക്ക് ആകുമ്പോൾ 8 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പോവുള്ളൂ എന്നിട്ട് അവരിത് അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ സമയം 5:30 ഞങ്ങളുടെ അതോലോകാര് ഇതേ വിളിച്ചു തുടങ്ങി. അവര് 5:30 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും അക്കാദമിയിൽ അവിടെ വന്ന് നിന്നിട്ട് അവിടെ നിന്നാണ് എല്ലാവരും പോണത്. ഞങ്ങൾക്ക് പിന്നെ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പം ഇനിയും വൈകും. കല്യാണത്തിൻ്റെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രശാന്തിൻ്റെ വീട്ടിലേക്ക് എത്തി. പ്രശാന്തിൻ്റെ വീട് ചൂരാണ്. അപ്പോൾ ഇതാണ് പ്രശാന്തിൻ്റെ വീട്. കണ്ട, ഇതാണ് വീട്. ഇന്നാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പാലുകാച്ചല്. ഇന്നാണ് ഹൗസ് വാമിങ്. ഇങ്ങനെ എല്ലാവർക്കായിട്ട് ക്ഷണിച്ച് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു താമസമായിട്ടാ. ഇന്നാണ് പരിപാടി വെച്ചത് ഉച്ചക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കാം. ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായിട്ടാ, പൂവാറായി. നല്ലൊരു മിറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി മിറ്റം. ഒരു രാത്രി ആയതുകൊണ്ട് കാണില്ല, നമുക്ക് പകല് പിന്നെ കാണിച്ചു. ദീർഘചതുര കട്ടയിലാണ് ഈ വീട് പണിത് പോകുന്നത്. അവിടെ വരെ സ്ഥലമുണ്ട്, അങ്ങോട്ട് വരെ സ്ഥലമുണ്ട്. അവിടെ പിന്നെ ഇന്ന് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ട. ഇത് സദ്യയുടെ ഇതിൻ്റെയൊക്കെ വട്ടങ്ങൾ കഴിഞ്ഞ കാരണമാണ് ഇവിടെ ഒരു തിക്കും തിരക്ക്. അപ്പോൾ സരിതാണ്ട് കയറാണ്. കയറി നമ്മളെ പഠിപ്പര പോലെയൊക്കെ ഇതിന് പറയാ ചാരുപടി മരത്തിന്റെ കേട്ടാ. മരത്തിന്റെ അല്ലേ? എവിടേക്ക് ഫുഡ് കൊണ്ട് കിടന്നോ? നേരെ നമുക്ക് ആദ്യം കിടക്കാം. അപ്പൊ ദേ ഇവിടെ പ്രശാന്തിന്റെ അച്ഛനോട് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് പ്രശാന്തിന്റെ അച്ഛൻ. ഉള്ളില് കിടക്കാനുമ്പോ ഒരു മണിച്ചിത്രത്താഴ് പൂട്ടുണ്ട് കേട്ടാ. ഇത് മണിച്ചിത്രത്താഴ് പൂട്ടെന്ന് പറയാ. മണിച്ചിത്രത്താഴാണോന്നൊന്നും എനിക്ക് അല്ല, ഇത് മയില്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് പ്രശാന്തിന്റെ തറവാട്. പ്രശാന്ത് എന്ന് പറയുന്ന 3 ആൺമക്കൾ. അവരെ ഏറ്റവും താഴെയാണ് പ്രശാന്ത്. ഇതാണ് ഹാള്. പ്രേമനും നല്ല വീടാട്ടാ. പ്രേമന്ത് എവിടെ നിൽക്കണോ? ജയന്തി ഇവിടെ ഇരിക്കണോ? ശ്രീരാമ ഇവിടെ ഇരിക്കുന്നുണ്ട്.
പിന്നെ വീട് ഇങ്ങനെ ഇത്തിരി ഇതായിട്ട് കിടക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഹൗസ് വാമിങ് കുറെ പേർക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറെ പേരെ പ്രശാന്തിനാണോ? അയ്യോ പ്രശാന്ത് വരൂ. ഉണ്ണീനെ എടുത്തോ, ഉണ്ണീനെ. പ്രശാന്തിന്റെ ഉണ്ണീരെ പിറന്നാളും കൂടി ഇന്ന് ആഘോഷിച്ചുട്ടാ. കേക്ക് കട്ടിങ് 1-ാം വയസ്സ്. ഹായ് 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 പറഞ്ഞേ. ഇപ്പൊ നടന്നു തുടങ്ങിയ ആള്. അയ്യോ അയ്യോ എന്തിട്ടാ ചരടാ. ഇന്ന് പിന്നെ വീട്ടില് മുഴുവൻ വിരുന്നാരും തിരക്കായ കാരണം ആകെ വീട് അലങ്കോലായി കിടക്കാണ്. വൃത്തിയാക്കാനും സമയമില്ല. പ്രശാന്തിന്റെ ഭാര്യ അമ്മൂന് ഈ നമ്മുടെ കുളപ്പുള്ളിയില് കാനറ ബാങ്കിലെ ജോലി ചെയ്യണം. ഷൊർണൂർ കാനറ ബാങ്കിലാണ് ജോലി. പ്രശാന്തിന് പിന്നെ എത്ര ലാബ് ഉണ്ട്? 10-12. എനിക്ക് 3 ലാബിന്റെ മുതലാളിയാണ്. ഇല്ലേട്ടാ അങ്ങനെയൊന്നുമില്ല. ആളൊരു ചെറിയ രീതിയിൽ ശാന്തനാണ്. അതന്നെ. അല്ല അങ്ങനെയുള്ളവരെ നമ്മുടെ ടീമിൽ ഉണ്ടാവുള്ളൂ. നല്ല സ്വഭാവമുള്ളവര് മാത്രം. നാടകത്തിന് മ്യൂസിക് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ മാത്രമല്ല നാടകങ്ങൾ കുറെ സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കുറെ നാളെ ചെയ്യില്ലേ അല്ലേ? എന്റെ ജൂനിയർ ബാച്ചാണ് രംഗേനയില് നാടകം പഠിക്കാൻ വന്നപ്പോ കൊറേ നാടകങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ രാഖി ഇരിക്കുന്നുണ്ട്. പിന്നെ രേഷ്മ പ്രഗ്നന്റ് ആണ്. ഇപ്പൊ എത്ര മാസമായി? 6 മാസമായി. എന്നാലും അവള് ഞങ്ങളുടെ ഡാൻസ് പഠിത്തം നിർത്തിയിട്ടില്ല കേട്ടാ. ഇവര് ഡാൻസ് പഠിക്കണ്ടേ. പിന്നെ ഈ വീടിന് ആടിയില് 2 റൂം, ബെഡ്റൂം, മുകളിൽ ഹോളും ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂം. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ പ്രശാന്ത് ഇവിടെ 3 ആൺമക്കളാണ്. ഏറ്റവും താഴെ പ്രശാന്തിന്റെ മൂത്ത ചേട്ടത്തിമ്മയാണിത്. നടന്നോ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാൻ പോവാ അല്ലേ? എല്ലാവരും ഫുഡ് കൊടുക്കണ അമ്മയോടെ പോയി. അമ്മ സാരി എടുത്തു വന്നു. അമ്മീ സുന്ദരിയില്ലോ. എന്നോട് വെറുതെ ചോദിച്ചത് ആ ഡ്രസ് മാറണോന്ന്. ഞാൻ പറഞ്ഞു മാറിക്കോന്ന് വെറുതെ പറഞ്ഞ. ആള് ഓടിപ്പോയി സാരി കൊടുത്തു. അതന്നെ. ഇനിയിപ്പോ നമ്മള് നൈറ്റ് ഇട്ട് വന്നിട്ട് കുഴപ്പം വേണ്ട. മൈക്കാണ് മൈക്ക്. വല്ലതും പറയാണ്ടോ? വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. മോൻ വീട് പണിതതിനെ കുറിച്ചിട്ട് എന്തിട്ട് പറയാനുള്ളത്? അയ്യോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ വീടൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ ഈ ചെറുപ്പം കൊണ്ട് ഇതൊക്കെ ചെയ്തില്ല. അവന്റെ ഭാര്യയും കൂടിയിട്ട് സന്തോഷമുള്ള അച്ഛനമ്മയ്ക്ക് അത്ര തന്നെ. അത് നന്നായി സുഖമായി ജീവിക്കട്ടെ. അതന്നെ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അമ്മയും അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അച്ഛനമ്മ അവിടെ ഉണ്ട്. കുഞ്ഞുമോളല്ലേ. അപ്പൊ അവളെ നോക്കി ഞങ്ങളുണ്ട് ഇവിടെ. സന്തോഷം. എന്തൊരു ചതിയ ചെയ്തോ. സുന്ദരിയിട്ട് വന്നു സാരി കൊടുത്തിട്ട്. സാരി കണ്ട് എന്റെ മോന് നാണക്കേടാവണ്ട. അതന്നെ. ഞാനങ്ങനെ പറഞ്ഞു. പ്രശാന്തിന്റെ അമ്മ നിക്കണ നോക്കിയെന്ന് ആൾക്കാർ കമന്റ് ഇടുന്നു. അപ്പൊ ആള് ഓടിപ്പോയി സാരി എടുത്തിട്ടൊന്നു. എനിക്ക് സത്യം വെച്ചു. ഞാൻ വിളിച്ചെന്നാലോ അപ്പൊ മറ്റൂരാണ് സാരി എടുത്തോട്ടാ. അമ്മും പറഞ്ഞു ഞാനായിട്ട് മോശാവില്ലേ. അമ്മമാര് നൈറ്റ് ഇടുന്നത് എന്റെ മക്കൾക്ക് ഇഷ്ടം കുറവാ. പിന്നെ അവർക്ക് ഇഷ്ടല്ലേ. മൂത്താളില്ലേ ഇവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വന്നല്ലോ. രണ്ട് ചേട്ടന്മാരും ഇല്ലേ ഇപ്പൊ ഇവിടെ? എല്ലാവരും ഉണ്ട് ഇവിടെ. 2ാമത്തെ ചേട്ടന്റെ ഭാര്യനാണ് ചേരാട്ടാ. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ അടുക്കള പോയി കേട്ടാ. പിന്നെ അവിടെ വർക്ക് ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ മോന്ത കഴുകാനുള്ള സ്ഥലം എടുത്തതല്ലേ. പിന്നെ അവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ ഒരു ബെഡ്റൂം, പിന്നെ മുകളിലൊരു ബെഡ്റൂം. ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മോളിലേക്ക് ഒരു കോണി മുകളിലേക്ക് പോകണമെന്നില്ല. പിന്നെ അതേപോലെ ആകെ തിക്കും തിരക്കാണ്. കാരണം അപ്പൊ എന്തിന്റെ പ്ലാനിങ്? എന്തിന്റെ പ്ലാനിങ്? നമുക്ക് ആലപ്പുഴക്ക് പോയാലോ?
എന്നിട്ട് ഹൗസ് ബോട്ട് ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരാം തിരിച്ചു പോരാം 100 പേരെയോ എന്നിട്ടാ അച്ഛൻ അച്ഛനെ പരിചയപ്പെട്ടു അച്ഛനെ കണ്ടു അച്ഛനമ്മയും അതെ അതോലോകത്തെ എല്ലാവരും വന്നിട്ടില്ല ദിനേശൻ വന്നിട്ടില്ല ശശിയേട്ടൻ വന്നിട്ടില്ല രാജേഷ് ഇല്ല റിൻഡൻ ഇല്ല കൊറേ പേരില്ല റിൻഡനൊക്കെ സിനിമയുടെ ഷൂട്ടില്ല ഫുഡ് കഴിക്കുന്നവര് ഞങ്ങള് ഞങ്ങള് കഴിച്ചില്ല അവിടെ നിന്ന് കഴിച്ചിട്ടല്ല വന്നത് കാരണം കഴിച്ചില്ല കൊറേ സമയം വന്നിട്ട് ഞങ്ങള് പോവും കുറച്ച് കഴിഞ്ഞാൽ പോവും